നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൃത്യമായി തന്നെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ഇനിയും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ ഒരു തോൽവി പെൻഷൻ്റെ താമസിച്ചുള്ള വിതരണമാണെന്നൊക്കെ സംസ്ഥാന സർക്കാർ ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ LDF കമ്മിറ്റികളിലും മറ്റ് നേതാക്കളിലും ഒക്കെ നിന്ന്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ 1600 വീതം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ വിതരണം ചെയ്യുവാനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ജൂലൈ മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഇനിയും വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ മാസം, അതായത് ജൂലൈ മാസം ഒരു 25-ന് ശേഷം വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ ആലോചന എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. 3200 രൂപ ലഭിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള അറിയിപ്പുകളും വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാതിരുന്ന കാരണങ്ങളൊക്കെ കൊണ്ട് പെൻഷൻ ലഭിക്കാതെ പോയ ആളുകളൊക്കെ വീണ്ടും മസ്റ്ററിങ് ചെയ്യുകയും ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ അവർക്ക് 3200 രൂപ, അതായത് കഴിഞ്ഞ മാസത്തെ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ വേണ്ട നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് അറിയിപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് 4 ജില്ലകൾക്ക് പൂർണ്ണമായ അവധിയും അതോടൊപ്പം തന്നെ 3 ജില്ലകൾക്ക് ഭാഗികമായ അവധിയും കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റ് പെൻഷൻ അറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്